ബെയ്ജിംഗുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അധികാരമേറ്റ ശേഷം ചൈനയിലേക്ക് പോകാൻ നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ഇതിനൊപ്പം ഇന്ത്യ സന്ദർശനവും ട്രംപിന്റെ മനസ്സിലുണ്ട്. ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് ഉപദേശകരുമായി സംസാരിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ചൈനയ്ക്കെതിരെ അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതോടെ ചൈനയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് വേണ്ടി അധികാരമേറ്റതിനു ശേഷം ചൈനയിലേക്ക് പോകാമെന്ന് ട്രംപ് ഉപദേശകരോട് പറഞ്ഞതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനൊപ്പമായിരിക്കും ഇന്ത്യയിലും സന്ദർശനം നടത്തുക. കഴിഞ്ഞ മാസം ക്രിസ്മസിനോടനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വാഷിംഗ്ടൺ DC സന്ദർശിച്ചപ്പോഴാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചത്. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടുന്ന ക്വാഡ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ട്രംപിന്റെ സന്ദർശനം ഏപ്രിൽ ആദ്യമോ ഈ വർഷം അവസാനമോ സംഭവിക്കാം. ഈ വർഷം നടക്കുന്ന വൈറ്റ് ഹൌസ് മീറ്റിംഗിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് ക്ഷണിച്ചേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ട്രംപ് സംസാരിച്ചിരുന്നു. വ്യാപാരം, ടിക്ടോക്ക്, മറ്റ് വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്യും. സംഭാഷണം ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. നാളെയാണ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ. ഇതിനായി പ്രഥമ വനിത മെലാനിയയ്ക്കും മകൻ ബരോണിനുമൊപ്പം പ്രത്യേക വിമാനത്തിൽ ട്രംപ് രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയിരുന്നു.